നമസ്കാരം. താജ്മഹൽ കണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് ഉത്തരം പറഞ്ഞയാളോട് എങ്കിൽ വേഗം പോയി കണ്ടോ എന്ന് നടൻ തിലകൻ ചേട്ടൻ പറയുന്ന ഒരു ട്രോൾ ഇമേജ് വർത്തമാനകാലത്തെ സമർത്ഥമായി വരച്ചിട്ടപ്പോൾ അത് ഉയർത്തിയ ചിരിയേക്കാൾ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ആശങ്കയാണ് കൂടുതൽ പേരെയും അസ്വസ്ഥമാക്കിയത്. ബാബരി മസ്ജിദ് തകർത്ത മണ്ണിൽ ശ്രീരാമക്ഷേത്രം പണിത് ഉദ്ഘാടനം ചെയ്തതിന് പിറകെ ജ്ഞാൻവ്യാപി പള്ളിയുടെ നിലവറ ഹൈന്ദവ പുരോഹിതന്റെ ഹർജിയെ തുടർന്ന് വാരാണസി ജില്ലാ കോടതി തുറന്നുകൊടുക്കാൻ ഉത്തരവിട്ടതും വൈകാതെ അവിടം കയ്യേറി പൂജയാരംഭിച്ചതുമൊക്കെ അടുത്ത കാലത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. താജ്മഹൽ തേജോമഹാലയമാണെന്നും അതിൻ്റെ അടിത്തറയ്ക്ക് താഴെ ഹൈന്ദവ ക്ഷേത്രമായിരുന്നുവെന്നുമുള്ള ഹിന്ദുത്വ ശക്തികളുടെ വാദമാണ് ട്രോൾ ചെയ്തവർ ചർച്ചയാക്കിയത്. ഇങ്ങനെ പോയാൽ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ അധികം കാലം അതിജീവിക്കില്ല എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം കൂടി ഉയർത്തിയ ആ ട്രോളിൻ്റെ ആന്തരാർത്ഥത്തെ ശരിവെച്ച് ഇപ്പോൾ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് ട്രഷറർ ഗോവിന്ദ് ദേവ് ഗിരിരാജ് മഹാദേവ് രംഗത്ത് വന്നിരിക്കുകയാണ്. മതപരമായ സ്ഥലങ്ങളെ ചൊല്ലിയുള്ള തർക്കം സമാധാനപരമായി പരിഹരിക്കാൻ ജ്ഞാൻവ്യാപി മധുര മസ്ജിദുകൾ വിട്ടു നൽകണമെന്ന് ഗോവിന്ദ് ദേവ് ഗിരി മഹാരാജ് മുസ്ലിങ്ങളോട് അഭ്യർത്ഥിച്ചു. ജ്ഞാൻവ്യാപി കൃഷ്ണ ജന്മഭൂമി ക്ഷേത്രങ്ങൾ സ്വതന്ത്രമാക്കിയാൽ ഹിന്ദുക്കൾ മറ്റു ക്ഷേത്രങ്ങളിലേക്ക് നോക്കുക പോലും ചെയ്യില്ലെന്ന സൗജന്യവും ഗോവിന്ദ് ദേവ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. 3 ക്ഷേത്രങ്ങളും സ്വതന്ത്രമാക്കിയാൽ മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് നോക്കാൻ പോലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്ക് ഭൂതകാലത്തിലല്ല ഭാവിയിലാണ് ജീവിക്കേണ്ടത് എന്ന് നയത്തിലുള്ള ഭീഷണിയും ഗോവിന്ദ് ദേവിൻ്റെ പ്രസ്താവനയിലുണ്ട്. രാജ്യത്തിൻ്റെ ഭാവി നല്ലതായിരിക്കണം. അയോധ്യ, ജ്ഞാൻവ്യാപി, കൃഷ്ണ ജന്മഭൂമിയായ മധുര എന്നിവ ഹിന്ദുക്കൾക്ക് ലഭിച്ചാൽ മറ്റെല്ലാ കാര്യങ്ങളും ഞങ്ങൾ മറക്കുമെന്നും ഗോവിന്ദ് ദേവ് കൂട്ടിച്ചേർത്തു. ആക്രമണത്തിൻ്റെ ഏറ്റവും വലിയ മുറിവുകളാണ് ഈ 3 ക്ഷേത്രങ്ങളെന്നും മുസ്ലിം വിഭാഗത്തിന് ഈ വേദന സൗഹാർദ്ദപരമായി സുഖപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് സാഹോദര്യം കെട്ടിപ്പടുക്കാൻ സഹായിക്കുമെന്നും പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: സൗഹാർദ്ദപരമായി നൽകിയാൽ കൊള്ളാം, അല്ലെങ്കിൽ അതും പിടിച്ചെടുക്കേണ്ടി വരുമെന്നാണ് അപ്പറഞ്ഞതിലെ ധ്വനി. മഹത്തായ ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർത്തതിന് ശേഷം ജ്ഞാൻവ്യാപി മധുര മസ്ജിദുകൾ സ്ഥാപിച്ചത് മുഗളന്മാരാണെന്നാണ് ഹിന്ദുത്വവാദികൾ അവകാശപ്പെടുന്നത്. ഹിന്ദു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളിലാണ് ജ്ഞാൻവ്യാപി പള്ളി പണിതതെന്ന സർവേ റിപ്പോർട്ട് നേരത്തെ പുരാവസ്തു വകുപ്പ് പുറത്തുവിട്ടിരുന്നു. അതിനെ തുടർന്ന് ഫെബ്രുവരി 1 മുതൽ ജ്ഞാൻവ്യാപി മസ്ജിദ് സമുച്ചയത്തിനുള്ളിലെ നിലവറ തുറന്ന് പ്രാർത്ഥന നടത്താൻ വാരാണസി കോടതി അനുമതി നൽകിയിരുന്നു. വാരാണസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തോട് ചേർന്നാണ് ജ്ഞാൻവ്യാപി മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. മധുരയിലെ മസ്ജിദ് ആവട്ടെ കൃഷ്ണ ജന്മഭൂമിക്ക് സമീപമാണ്. കോടതി ഉത്തരവിനെ തുടർന്ന് മസ്ജിദിന്റെ തെക്കൻ നിലവറയ്ക്കുള്ളിൽ ഹിന്ദുക്കൾക്ക് പ്രാർത്ഥന നടത്താൻ അനുവദിച്ച തീരുമാനത്തിനെതിരെ ജ്ഞാൻവ്യാപി മസ്ജിദ് കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയെങ്കിലും ജില്ലാ കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തില്ല. ഈ പശ്ചാത്തലത്തിലാണ് താജ്മഹലിന് നേരെയും അവർ തിരിഞ്ഞേക്കാം എന്ന മട്ടിലുള്ള ട്രോൾ വൈറലായത്. അയോധ്യ, കാശി, മധുര എന്നിവ 3ഉം പിടിക്കുമെന്ന് കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരുന്ന ഹിന്ദുത്വ ശക്തികളുടെ അജണ്ടയാണ് ഇപ്പോൾ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് ട്രഷറർ ഗോവിന്ദ് ദേവ് ഗിരി മഹാരാജിൻ്റെ വാക്കുകളിലൂടെ ഒരിക്കൽ കൂടി പുറത്തു വന്നത്. ബാബരി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം പണിതാൽ എല്ലാം അവസാനിക്കുമെന്ന് ആരെങ്കിലും കരുതിയെങ്കിൽ അവർക്ക് തെറ്റിയെന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ.